ഗുഡ് മോർണിംഗ്. അപ്പം എൻ്റെ കുഞ്ഞു വിശേഷത്തിലേക്ക് എല്ലാവരും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തണുപ്പും കാര്യമൊന്നും നോക്കാതെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയതാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ ആ ഒരു യുദ്ധം കഴിയാതെ ഇനി പുറത്തിറക്കുണ്ടാവില്ല. അപ്പോൾ ഏട്ടന് കൊണ്ടുപോലെ ഫുഡും കാര്യങ്ങളും ഞാൻ പറയില്ലേ, അതൊക്കെ നേരത്തെ ഒരുക്കി കൊടുത്തേക്കും. പിന്നെ അതൊക്കെ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ സാവധാനം നിൽക്കൽ പണിക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ദോശയും, അതായത് ഉഴുന്ന് ദോശയും പിന്നെ അതുപോലെ തന്നെ സാമ്പാറുമാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ മക്കളൊക്കെ എണീക്കുന്നതിന് മുൻപ് അതൊക്കെ ഇട്ട് റെഡിയാക്കിയാൽ വേഗം ഉണ്ടല്ലോ. ഇന്നാണെങ്കിൽ ഞായറാഴ്ചയാണ്, അതുപോലെ തന്നെ ക്ലാസ്സും കാര്യമുണ്ട് കേട്ടോ, മ്യൂസിക്കിൻ്റെ ക്ലാസ്. അപ്പം അങ്ങോട്ടും പോകണം. ഒരു 10-11 ആകുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് പോകാനാകുമ്പോഴേക്കിന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. ഏട്ടനൊക്കെ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആവണ്ടേ. അപ്പോൾ പിന്നെ ആ ഒരു പണി എല്ലാതും കൂടെ വേഗം എടുക്കണം. മറ്റേത് പറഞ്ഞാൽ എന്താപ്പോൾ ഞാൻ എങ്ങോട്ട് പോകണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്കിനും അങ്ങനെ അയച്ചോളും. അങ്ങനെ എൻ്റെ പരിപ്പൊക്കെ വെന്ത് വിസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും കിഴങ്ങും ഒരു ചെറിയ വെള്ളരിക്ക കഷ്ണമൊക്കെ ഇട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ കാണിക്കാമല്ലോ അല്ലേ, നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നമുക്ക് പറയാനുണ്ടാവുക. അല്ലാതെ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ഇതൊക്കെ തന്നെ മതിയല്ലോ നമുക്ക് പറയാൻ. എന്തിനാ തോനെ അല്ലേ? നമുക്ക് തന്നെ വീഡിയോ എടുക്കാനും പറയാനും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാനും ഇതിനൊന്നും ചില നേരത്തെ ടൈമും കിട്ടൂല. പിന്നെ അതെടുക്കാനുള്ള ചില സാഹചര്യങ്ങളൊന്നും അനുകൂലമാവില്ല. അപ്പം അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളൂ. കുറേ സംഭവങ്ങളൊക്കെ എടുക്കാനുണ്ട്, നോക്കണ്ട, ഒക്കെ ശരിയാവും. അതിനിപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം നമുക്ക്. ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ജീവിതം അല്ലേ? നമുക്ക് സൂക്കടും കേടൊന്നുമില്ലാതെ എങ്ങനെ പോയാൽ മതി. ബാക്കിയൊക്കെ ദൈവം തന്നോളും അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ വേണ്ടത് കേട്ടോ. എല്ലാവർക്കും നല്ല ആരോഗ്യത്തിന് കേടൊന്നുമില്ലാതെ നല്ല ഉഷാറായിട്ട് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, അതന്നെ വേണ്ടത്. ഏറ്റവും വലുത് നമ്മൾ ആരോഗ്യം തന്നെ അല്ലേ? അപ്പം എൻ്റെ പരിപ്പ് അവിടെ വെന്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി പൈക്കുള്ള ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഇട്ട് കഷ്ണിക്കട്ടെ. എനിക്കാണെങ്കിൽ അടുക്കളയിൽ ഒറ്റയ്ക്ക് പണിയെടുക്കണ ഇഷ്ടം കേട്ടോ. എൻ്റെ കൂടെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യണതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എടുക്കണതിൻ്റെ ഇടയിൽ അങ്ങനെയല്ല ഇങ്ങനെ അതിടണം ഇതിടണം അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കണം. ഇനി മറ്റുള്ള വേറെ ആരെങ്കിലും കൂടി തരികയാണെങ്കിൽ അത് പിന്നെ ഓല തന്നെ നോക്കണം. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു മൈൻഡാണ്. ഞാൻ അങ്ങനെ എടുത്തോളും. എൻ്റെ പാരും കൂടുന്നത് എനിക്ക് വലിയ ഒരു സുഖമല്ല. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ചിലപ്പം നമ്മൾ വെക്കണ പോലെ ആവില്ല മറ്റുള്ളവർ വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഓലറിയും അങ്ങനെയല്ല ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അതൊരു പിന്നത് ഉണ്ടാക്കാനുള്ള ഒരു മൂടോട് പോവും. പിന്നെ അത് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. ഇന്നെപ്പോലെ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ ഇഷ്ടമല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി. ആരൊക്കെയൊന്ന് കാണാലോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഏട്ടൻ്റെ പെങ്ങന്മാർ വരികയാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ എൻ്റെ പണികൾ ഞാൻ അങ്ങനെ എടുക്കും. ഇനിയിപ്പോൾ ഒരു കൂടിയാലും കുഴപ്പമില്ല, കൂടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്യേണ്ട പണികൾ ഞാൻ അങ്ങനെ ചെയ്യും. മാക്സിമം ഞാൻ ഓലക്കൊണ്ട് ചെയ്യിപ്പിക്കാതെ നിൽക്കലാണ്. കിച്ചണത്തതാണെങ്കിലും പിന്നെ അതുപോലെ വെള്ളം കൊണ്ടല്ലേ മുറ്റടിക്കലൊക്കെ പിന്നെ എവിടെ ചെന്നാലും ഫസ്റ്റ് എന്നപ്പോൾ ചെല്ലണോലാവൂല, വിരുന്നൊക്കെ വരുന്നോലാവൂല, വേഗം എടുക്കുക. അതൊക്കെ പിന്നെ ഓല് ചെയ്യും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചോറ് വയ്ക്കലും രാവിലെ എണീറ്റ് ഓൽക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലും ഒക്കെ അതൊക്കെ ഞാൻ തന്നെ. മാക്സിമം ഓലെ ഞാൻ ബുദ്ധിമുട്ടിക്കലില്ല. കാരണം ഓലും തന്നെ നമ്മളെപ്പോലെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്നതാവും. അപ്പോൾ മാക്സിമം ഓല ആ ഒരു രീതിയിൽ നിന്നോട്ടെ എന്നുള്ളതിലാണ് എൻ്റെ ഒരു മൈൻഡ്. പക്ഷെ എന്നാലും ഒരു നല്ല കൂടി തരും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ വിരുന്ന് വന്നതാണ് അങ്ങനത്തെ ഒരു ഇതൊന്നും ഓൽക്കില്ല. ഓല എല്ലാത്തിനും ഒരു ഉഷാറാണ്, കൂടി തരും. നമുക്കതന്നെ വേണ്ടത്. നമുക്ക് കൂടി തരാൻ ഒരു ഭാഗത്തുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ മതിയല്ലോ. അതന്നെ ഏറ്റവും വലിയൊരു നല്ല കാര്യമല്ലേ? അപ്പം ഇങ്ങനെ പെങ്ങന്മാരൊക്കെ അതായത് നാത്തുമാരൊക്കെ വരുമ്പോൾ കൂടി തരുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. കുറ്റം പറയാതെ കേട്ടോ. കുറ്റം പറഞ്ഞാൽ പിന്നെ അവരിടങ്ങാറാവില്ലേ? എനിക്ക് പിന്നെ പോലെ കുറ്റം പറയാനൊന്നുമില്ല, നമുക്ക് നല്ലത് പറയാൻ തന്നെ ഉള്ളൂ. അങ്ങനെ തന്നെ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ നമ്മുടെ 2025 ഇതാ ഇവിടെ അവസാനിക്കാനായി. 2026 തുടങ്ങാനായില്ലേ? എത്ര പെട്ടെന്നാലേ. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ 2025.
അപ്പോൾ ഇങ്ങനെ 2026 എത്ര പെട്ടെന്നാണ് കാലം ഇങ്ങനെ കടന്നു പോണത്. നമ്മുടെ ആയുസ്സും കൂടി കൂടി പോവാണ്. അങ്ങനെ പിന്നെ എന്താ പറയുക, അതിപ്പോൾ അങ്ങനെ തന്നെ അല്ലേ. ഇങ്ങനെ ഓരോ ഇതാവുമ്പോൾ കുറഞ്ഞു വരും. എൻ്റെ വയസ്സൊക്കെ കൂടി വരികയാണ്. എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ടാവും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ഓപ്ഷൻ തരാം. ഓപ്ഷനല്ല, എനിക്കൊരു 28, 26, 30, 31, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, 28, 29, 30, 31. ഇതിലേത് വയസ്സാവുക്ക്? അതൊന്ന് ഗസ് ചെയ്യട്ടോ. വെറുതെ ഒരു രസം. അതൊന്ന് ഗസ് ചെയ്തിട്ട് ഏത് വർഷമാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ നോക്കാലോ. ഓരോ ഭ്രാന്ത്, ഇതൊക്കെ തന്നെയല്ലേ രസം. പറഞ്ഞു വന്നത് അങ്ങനെ ഓരോ നമ്മളെ ഇതിങ്ങനെ കഴിയുകയാണ്. കാലാവധി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് വരികയാണ്, അതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ 2025 കഴിഞ്ഞ് 2026. 2026 എന്തൊക്കെയാണാവോ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഉള്ളത് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത് നമ്മളെ ഇലക്ഷന് ഇതായി. റിസൾട്ട് ഇപ്പോൾ ശനിയാഴ്ചയൊക്കെ വരും. അപ്പം അതിനുള്ള വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആരാണ് ജയിക്കണാവോ? എന്തായാലും നല്ലൊരു കൈകളിൽ തന്നെ എത്തട്ടെ നമ്മളെ ആ ഒരു ഭരണം. അത്ര മാത്രമേ പറയണുള്ളൂ. ആര് ജയിച്ചാലും തോറ്റാലും ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അതിപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും. ആദ്യം ഏതൊരു ഇപ്പോൾ സ്ഥാനാർത്ഥിയാണെങ്കിലും ആദ്യം നല്ലൊരു മനുഷ്യനാവണം. നല്ലൊരു മനുഷ്യന് നല്ലൊരു സ്ഥാനാർത്ഥിയാവാൻ കഴിയുള്ളൂ. ഈ പാർട്ടി ഇപ്പോൾ LDF ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ LDF മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് ഓൽക്കും എല്ലാ പാർട്ടിക്കാർക്കും കൊടുക്കണം. അവിടെ കൊടുക്കന്നെ. പിന്നെ അടുത്ത പ്രാവശ്യം അയാൾ ആ ഒരു പാർട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ ടീമിൻ്റെതും ആ ഒരു വോട്ട് ഓൽക്കും അറിയും. അങ്ങനെയൊക്കെയാണ് നമുക്ക് വോട്ട് ചെയ്തോൽക്ക് മാത്രം, അതായത് നമ്മളെ പാർട്ടിക്കാർക്ക് മാത്രമല്ല നമ്മൾ നല്ലത് ചെയ്തു കൊടുക്കേണ്ടത്, എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. എൻ്റെ ഒരു ഇത് അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും ആ ഒരു മൈൻഡ് ആവണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. പക്ഷെ അധികം നടക്കണ എന്താ കാര്യം അങ്ങനെ പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ എന്ന് പറയുന്ന ഒരു മൈൻഡാണ്. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അല്ല, നല്ലത് ചെയ്യണവരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എനിക്കിപ്പോൾ ഈ ഒരു മന്ത്രിസഭയിലേക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ V ശിവൻകുട്ടീനെ കേട്ടോ. അദ്ദേഹത്തിന് നല്ലോണം ഇഷ്ടമായി കേട്ടോ. എനിക്ക് അങ്ങനെ ഇന്ന പാർട്ടി കാര്യങ്ങളൊന്നുമില്ല, നല്ലത് ആ ഒരു ഇതാണ് എനിക്ക്. അപ്പം അതിലെനിക്കിഷ്ടമായത് ശിവൻകുട്ടി, നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തേക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇനിയും വരണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇന്നത്തെ കാലത്തൊന്നും ഇപ്പോൾ ആർക്കും ജനങ്ങളെ നന്നാക്കിയിട്ട് പോകുന്നു കിട്ടാനല്ലോ. അവനാൻ്റെ ഖജനാവ് വലുതാക്കണ തിരക്കിലല്ലേ എല്ലാവരും. അപ്പം പിന്നെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മളെല്ലാവരും. എല്ലായിടത്തും കൊള്ളയും കൊലയും അഴിമതിയും മയക്കുമരുന്നും വെറും അതൊക്കെ തന്നെയല്ലേ ഉള്ളത്. പിന്നെ എങ്ങനെ നമ്മളെ ലോകം ആണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. എവിടെയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കലികാലം, അല്ലാതെ ഇപ്പം എന്താ പറയുക. പറഞ്ഞ് ഞാൻ കാട് കയറിപ്പോയി. അപ്പോൾ എൻ്റെ കയ്പങ്ങുപ്പേരിയൊക്കെ അരിയാണ് ഞാൻ. കറി എന്തായാലും അവിടെ ആവുന്നുണ്ട്. ഞാൻ കറി തന്നെ മതി കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുക. കാരണം മക്കൾക്കൊക്കെ നല്ല ചൂടുള്ള ദോശ വേണം. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ, ചൂടോട് കൂടി തിന്നണം. അപ്പം അങ്ങനെ നമ്മളെ കറിയും കാര്യങ്ങളും ചോറും കാര്യങ്ങളൊക്കെ ആയി, ദോശയും കാര്യങ്ങളൊക്കെ തിന്നൽ തുടങ്ങി. മോൾ എണീറ്റു, മോളും കഴിക്കുന്നുണ്ട്, ഞാനും കഴിച്ചു. നമ്മൾ തേച്ചുട്ട മാത്രം കഴിച്ചിട്ടില്ല കേട്ടോ, എണീക്കണുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കുഞ്ഞു വീഡിയോ. ഓക്കെ, ബൈ.